ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഗംഭീരമായിട്ട് ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി എൻ്റെ എല്ലാ അനിയന്മാരും അനിയത്തിമാരും തയ്യാറെടുക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മക്കളെ, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് 100% ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ടായിരിക്കണം. നാളെ സൂപ്പർ 60 കൂടിയുണ്ട്. രണ്ടിലും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ എല്ലാ മക്കളും 2 ലൈവും കണ്ടിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. 100% ഷുവർ ക്വസ്റ്റ്യൻസിൽ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഒരിക്കലും സൂപ്പർ 60യിൽ ആവർത്തിക്കുകയില്ല. അതിനാൽ തന്നെ 2 ലൈവും നിർബന്ധമായിട്ടും കാണുക. ഈ 2 ലൈവിലും പഠിപ്പിക്കുന്ന ചോദ്യങ്ങളിൽ ഒതുങ്ങുന്ന ചോദ്യപേപ്പർ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോകുന്നത്. കോൺഫിഡന്റ് ആയിരിക്കുക, ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. റൈറ്റ്, ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ്. 40 മാർക്കോളം ഉറപ്പിക്കാൻ സാധിക്കുന്ന 22-ാം തീയതി നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യപേപ്പറിൽ ഏറ്റവും പോസിബിലിറ്റിയുള്ള, വരുമെന്നുറപ്പുള്ള 15 ചോദ്യങ്ങൾ. അവ ക്യാരി ചെയ്യുന്ന 40 മാർക്കാണ് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. തയ്യാറല്ലേ? എല്ലാവരും റെഡിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. ഇവിടെ പലപ്പോഴും ഞാൻ ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഉത്തരങ്ങൾ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഉത്തരങ്ങൾ എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കരുത്. ഇന്നത്തെ 100%ഉം അതുപോലെ തന്നെ നാളത്തെ സൂപ്പർ 60യിലും വന്നാൽ മതി. ഇവയുടെ എല്ലാത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്. റൈറ്റ്, ലേറ്റ് ആക്കുന്നില്ല ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്, മുന്നോട്ട് പോവുകയാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിന് ഉറപ്പുള്ള ചോദ്യമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ചോദ്യം എങ്ങനെയാണ് വരിക എന്ന കാര്യം കൂടി പറയാം. 2 മാർക്കിനായിരിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ നിന്ന് ചോദ്യം ഉണ്ടാവുക. ചോദ്യം ഈ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദ ഫോളോയിങ്. താഴെ നൽകിയിരിക്കുന്ന മെഷർമെന്റ്സിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനേ ചോദിക്കത്തുള്ളൂ. പൊതുവെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ കാണുന്ന മെഷർമെന്റുകൾ തന്നെയാണ്. കാരണം ഇവയെല്ലാം NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എക്സൈസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2 മാർക്ക് ഉറപ്പിച്ചോളൂ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 100% ഉറപ്പുള്ള ചോദ്യമാണ്. അടുത്തതിലോട്ട് കടന്നാലോ? വാ മക്കളെ, അടുത്തതിലോട്ട് കടക്കാം. ദാറ്റ് ഈസ് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഇത് ചില സമയങ്ങളിൽ 2 മാർക്കിനും ചോദിക്കാറുണ്ട്. സോ നമ്മുടെ ഒരു കഷ്ടകാലം അനുസരിച്ചിരിക്കും. അതായത് നമുക്ക് ഭയങ്കര നല്ല കാലമാണെങ്കിൽ 3 മാർക്കിന് ചോദിക്കും, ചിലപ്പോൾ 2 മാർക്കിനും ചോദിക്കാറുണ്ട്. ഡിപ്പെൻസ്, വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഈ പറയുന്ന കറക്റ്റ്നെസിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുക എന്ന് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ, ഒന്ന് മനസ്സിലാക്കുക. ഈ കാണുന്നവയാണ് കറക്റ്റ്നെസിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുക. ദാറ്റ് ഈസ് E=mc² എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. സിമിലർ ½ mv² ഇതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് കേട്ടോ. ½ mv² എന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇവന് തന്നെയാണ്. അടുത്തത് T=π√L/g, S=ut+12, V=√gm/r. ഇതൊക്കെ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. G=gm/r². ഇവയുടെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ആണ് ചെക്ക് ചെയ്യാൻ പറയുക. ഈ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ആക്ച്വലി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെക്ക് ചെയ്യുന്നത് അതുകൂടി എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. ദിസ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന കാര്യം കൂടി അറിയണം. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ അതിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള മുഴുവൻ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. റൈറ്റ്, സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്ത നെക്സ്റ്റ് വൺ, deduce the relation among physical quantities. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പോസിബിലിറ്റി ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യുക യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. സെക്കൻഡ് അപ്ലിക്കേഷൻ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളത് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം, സെൻട്രിപെറ്റൽ ഫോഴ്സ്, കൈനറ്റിക് എനർജി, ഫ്രീക്വൻസി ഓഫ് സ്ട്രിംഗ്. ഈ 3 എണ്ണവും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും ഇന്നത്തെയും നാളത്തെയും ലൈവുകളിലായിട്ട്. ഈ 3ഉം നിങ്ങൾ പഠിക്കണം, കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. മുന്നോട്ട് പോയാലോ? സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100% ഞാൻ ഉറപ്പ് കൽപ്പിക്കുന്ന ചോദ്യമാണ്. 100% ഷുവാരിറ്റി, 100% എനിക്ക് ഉറപ്പാണ് ഈ ചോദ്യം പരീക്ഷയിൽ ഉണ്ടായിരിക്കുമെന്ന്. ഡിറൈവ് ദ റിലേഷൻ ഗ്രാഫിക്കലി ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിൽ താഴെ നൽകിയിരിക്കുന്ന ഡെറിവേഷൻ ചെയ്യുക, അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഇക്വേഷൻസ്, കൈനമാറ്റിക് ഇക്വേഷൻസ് ഗ്രാഫിലൂടെ ഡിറൈവ് ചെയ്യുക. ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ ഡിറൈവ് ചെയ്യുക എന്നൊരു ചോദ്യം ചോദിക്കും. ഈ കാണുന്ന ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. മക്കളെ, 100% ഉറപ്പാണ്. ഈ പറയുന്ന ഇക്വേഷൻസ് ഗ്രാഫിക്കലി നമ്മളോട് ഡിറൈവ് ചെയ്യാൻ പറയും. V=u+at, S=ut+12, V²=u²+2as. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഇവ രണ്ടുമാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത്. നിങ്ങൾ 3ഉം പഠിക്കണം എങ്കിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ S=ut+12, V²=u²+2as. രണ്ടും നന്നായി തന്നെ പഠിക്കുക, രണ്ടും നന്നായി തന്നെ മനസ്സിലാക്കി വെക്കുക. റൈറ്റ്, സെറ്റ് അല്ലേ? അടിപൊളിയായില്ലേ മക്കളെ? സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്തത്, ആ പറയുന്ന ഇക്വേഷൻസ് ഓറിയന്റഡ് ആയ
ന്യൂമറിക്കൽസ് ചോദിക്കാം, ഗ്രാഫ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു ഗ്രാഫ് നൽകിയിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് നൽകിയിട്ട് അതിൻ്റെ ഏരിയ എന്താണ്, അതിൻ്റെ സ്ലോപ്പ് എന്താണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. സോ ഗ്രാഫ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽസ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ആ ഇക്വേഷൻ ഓറിയന്റഡ് ആയ ചിത്രമില്ലാത്ത ഡയറക്റ്റ് ന്യൂമറിക്കൽസും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം വെയിറ്റേജ് 3 മാർക്കാണ്. മനസ്സിരുത്തി പഠിച്ചിരിക്കണം. റൈറ്റ്, മുന്നോട്ട് പോവുകയാണ്. മോഷനിനെ പ്ലെയിനിലോട്ട് കിടക്കാൻ പോകണം. മോഷനിനെ പ്ലെയിൻ തേർഡ് ചാപ്റ്റർ, എല്ലാവർക്കും അറിയുന്ന ചാപ്റ്റർ ആണ്, പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഡെറിവേഷൻ ഏതാ അറിയും? അത് അനലിറ്റിക്കൽ മെത്തേഡിൻ്റെയാണ്. ദാറ്റ് ഈസ് r=√a² + b² + 2ab cos θ. ഇത് ഡിറൈവ് ചെയ്യുന്ന ഒരു ഡെറിവേഷൻ ഉണ്ടല്ലോ, അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ. പാരലോഗ്രാം ലോ ഉപയോഗിച്ച് അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോടാ. ഇത് 3 മാർക്കിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 4 മാർക്കിനും കാണാറുണ്ട്. കോൺഫിഡൻ്റ് ആയി പഠിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിരുത്തി നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ട ചോദ്യമാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്, കോൺഫിഡൻ്റ് അല്ല, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? മുന്നോട്ട് പോവാം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് വൺ, ഈ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കണം, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാനിതിൽ ഏതെങ്കിലും ചിലത് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് വിടാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലടാ. ഈ ഡെറിവേഷൻസ് എന്തായാലും പഠിക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, അതുപോലെ തന്നെ സെൻട്രിപ്പിറ്റൽ ആക്സലറേഷൻ, ലീനിയർ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ. ഇപ്പോൾ 3 ഈ പറയുന്ന 5 ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ചോദിക്കും. ന്യൂമറിക്കൽ, അതായത് ആ ഇൻസെക്റ്റിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട? ഒരു ഇൻസെക്റ്റ് ഒരു കെണിയിലൂടെ സർക്കുലർ ഗ്രൂവിലൂടെ 17 റവല്യൂഷൻസ് 100 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 12 റവല്യൂഷൻസ്, അങ്ങനെ എത്രയോ റവല്യൂഷൻസ് 100 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അവിടെയുള്ള സെൻട്രിപ്പിറ്റൽ ആക്സലറേഷൻ എത്രയാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്. ആ ഇൻസെക്റ്റിന് പകരം ഒരു സ്ട്രിങ് ആണ് കറക്കുന്നത്, അങ്ങനെയും ചോദിച്ചിട്ട് കല്ല് സ്ട്രിങ്ങിൽ കെട്ടി കറക്കുന്നു എന്ന രീതിയിൽ അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എന്തായാലും പഠിക്കണം, മനസ്സിരുത്തി പഠിക്കണം. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. സെറ്റ് അല്ലേ? മുന്നോട്ട് പോയാലോ? സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്ത ലോസ് ഓഫ് മോഷനിലോട്ട് ഇറങ്ങും. ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കാന്ന് കൃത്യമായി പറഞ്ഞുതരാം. ന്യൂട്ടൺ ഫസ്റ്റ് ലോ ബേസ് ചെയ്ത ഇനേർഷ്യ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു അപ്ലിക്കേഷൻ നൽകിയിട്ട് അവിടെ ഏതാണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ, ഇനേർഷ്യ ഓഫ് മോഷൻ ആണോ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ആണോ, അല്ലെങ്കിൽ ന്യൂട്ടൺ ഫസ്റ്റ് ലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഐഡിയ എന്താണ്, ലൈക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓറിയന്റഡ് ആയിട്ട് F=ma ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. F=ma എന്ത് ചെയ്യാൻ പറയാം? ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. F=ma ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. സിമിലർലി മറ്റൊരു കാര്യം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ചോദിക്കാം. ന്യൂട്ടൺ സെക്കൻഡ് ലോന്റെ അടിസ്ഥാനത്തിലാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വരുന്നത്, LCP, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അതും ചോദിക്കാറുണ്ട്, ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും പഠിച്ച കാര്യമാണ്, അതും പഠിച്ചു വയ്ക്കുക. സിമിലറായി റീകോയിൽ ഓഫ് ഗണ്ണിൻ്റെ കാര്യം, അത് ആക്ച്വലി നമുക്ക് ഏതുമായിട്ട് പറയാം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ തേർഡ് ലോ ആയിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് പറയാവുന്നതാണ്, നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. റൈറ്റ്, സോ റീകോയിൽ ഓഫ് ഗണ്ണിൻ്റെ വി ഡിറൈവ് ചെയ്യാൻ കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ, ഇനി 2 ചോദ്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ബാങ്ക്ഡ് റോഡ്, സർക്കുലർ റോഡ്. ഇതിനകത്ത് ന്യൂമറിക്കൽസ് കൂടുതലും ചോദിക്കുന്നത് ഈ പറയുന്ന സർക്കുലർ റോഡുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് ആണ് കൂടുതലും കണ്ടുവരാറുള്ളത്. സോ അത് പഠിക്കുക, അത് പ്രിപ്പയർ ചെയ്ത് പോവുക. ബാങ്ക്ഡ് റോഡും പഠിക്കുക. ബാങ്ക്ഡ് റോഡിൻ്റെ ഡെറിവേഷൻ ചോദിക്കുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 4 മാർക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ബാങ്ക്ഡ് റോഡ് ചോദ്യ പേപ്പറിൽ ഉണ്ടാവും എന്ന കാര്യം. സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ബാങ്ക്ഡ് റോഡ്. നമ്മുടെ മോഷനിലെ ലെവൽ സർക്കുലർ റോഡ് ആണെങ്കിൽ ഒരു 2 മാർക്കിന് ഡെറിവേഷൻ ചോദിച്ചിട്ട് 2 മാർക്കിന് കൂടെ ന്യൂമറിക്കലാണ് വരിക. ബാങ്ക്ഡ് റോഡ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ന്യൂമറിക്കൽ വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒപ്റ്റിമം സ്പീഡ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കലാണ് വരിക. പക്ഷേ ലെവൽ സർക്കുലർ റോഡ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ഡെറിവേഷൻ്റെ കൂടെ എന്തായാലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, നോ ഡൗട്ട്. അതിനകത്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അടുത്തത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഉറപ്പുള്ള ചോദ്യമാണ് മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത്. അതായത് കൈനറ്റിക് എനർജി = ½ ആണ്. മുകളിലും താഴെയും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താടാ. സോ m² v² / 2m. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി P² / 2m. അതായത് P = √2m കൈനറ്റിക് എനർജി. ലൈക്ക് ഈ ഒരു റിലേഷൻ ഓറിയന്റഡ് ആയ കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പഠിക്കണം, മനസ്സിരുത്തി പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്, വളരെ പ്രധാനപ്പെട്ടവയാണ് കേട്ടോ. അടുത്തത് ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഉയരത്തിൽ നിന്ന് ഒരു കല്ലിനെ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്. ഈ ഉയരം എന്ന് പറഞ്ഞാൽ H ആണ്,
ഇത് എക്സ് ആണ് എന്ന രീതിയിൽ ജസീൽ സാർ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ ആ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഓരോ പോയിന്റിലുമുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആണ് എന്നൊരു പ്രൂഫ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. എല്ലാവരും അത് ഡെറൈവ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ. അടുത്തത് deduce the relation among torque and angular momentum. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള ബന്ധം. ഞാൻ ആ സൂപ്പർ 30 നിങ്ങളെ പഠിപ്പിച്ച ചോദ്യമാണ്. ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിക്കേണ്ട ചോദ്യം, 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ചോദ്യം. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ഓക്കെ അല്ലേ, മുന്നോട്ട് പോകാം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ പ്രൂഫ് ചോദിക്കും. അതായത് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. അത് ബേസ് ചെയ്ത അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അതായത് ഭൂമിയുടെ കറക്കം, ഭൂമി ചുരുങ്ങിക്കഴിഞ്ഞാൽ കറക്കത്തിന്റെ ഡ്യൂറേഷൻ, ലൈക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിക്കാം. അതല്ലാതെ ഈ പറയുന്ന ഇങ്ങനെ കൈവച്ച് കറങ്ങിയാലുള്ള വ്യത്യാസം, ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ സർക്കിളിലെ ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നു, ലൈക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. റേഡിയസ് കുറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി കൂടും. സോ ആ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാനടാ. ഓക്കെ, അടുത്തത് ഗ്രാവിറ്റേഷനിലോട്ട് കിടക്കുവാണ്. ഗ്രാവിറ്റേഷനിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഹൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഡെപ്ത് പഠിക്കണം, ഡെപ്ത് എന്തായാലും പഠിച്ചിരിക്കണം. എങ്കിലും ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ളത് ഉയരം കൂടുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക. സോ ഡെപ്തും ഓൾട്ടിറ്റ്യൂഡും പഠിക്കണം. കൂടുതൽ പ്രയോറിറ്റി ഓൾട്ടിറ്റ്യൂഡിന് കൊടുക്കുക. അത് ഞാൻ പറയാൻ കാരണം ചോദ്യപേപ്പർ കണ്ടതുകൊണ്ടല്ല, കഴിഞ്ഞ ഒരു 6 വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഓൾട്ടിറ്റ്യൂഡാണ്. ഡെപ്തും എന്തായാലും പഠിക്കണം, ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടുത്തത് എസ്കേപ്പ് സ്പീഡാണ്. എന്തായാലും ചോദിക്കണം. എസ്കേപ്പ് സ്പീഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, മൂണിൻ്റെ എസ്കേപ്പ് സ്പീഡ് എത്രയാണ്, എർത്തിൻ്റെ എസ്കേപ്പ് സ്പീഡ് എത്രയാണ്, ആ വാല്യൂസ് പഠിക്കുക. 1 മാർക്കിന് പരീക്ഷയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, കെപ്ലേഴ്സ് ലോ. കെപ്ലേഴ്സിന്റെ 3 ലോസ് ഉണ്ട്. ലോ ഓഫ് പീരീഡ്സ്, ലോ ഓഫ് ഏരിയസ്, ലോ ഓഫ് ഓർബിറ്റ്സ്. ഇത് 3ഉം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയണം. ലോ ഓഫ് പീരീഡ്സ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ചോദിക്കും. ലോ ഓഫ് പീരീഡ്സ് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കണക്കുകൾ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന് തയ്യാറെടുത്തിരിക്കുക, അത് പഠിക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അടുത്തത് ലോ ഓഫ് ഏരിയാസ് എന്തിന്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അത് പഠിച്ചിട്ട് പോകണം. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഫ്ലൂയിഡ്സ് ആണെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഹൈഡ്രോളിക് ലിഫ്റ്റുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് പരീക്ഷകൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ബെർണോളിസ് തിയറമാണ്. ബെർണോളിസ് തിയറം എന്താ? ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുക, അത് പ്രൂവ് ചെയ്യാൻ എന്തായാലും പരീക്ഷകൾ ചോദിക്കാറുണ്ട്. 4 മാർക്കിന് ചോദ്യമാണ് ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ പ്രൂഫും അതുപോലെ തന്നെ അതിന്റെ സ്റ്റേറ്റ്മെന്റും കേട്ടോ. നെക്സ്റ്റ് വൺ, കാപ്പിലറി റൈസ്. ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉപരിയായിട്ട് ഞാനിവന് പ്രാധാന്യം കൊടുക്കാൻ കാരണം എൻ്റെ മനസ്സ് പറയുന്നു ഈ ചോദ്യം പരീക്ഷയിൽ ചോദിക്കുന്നുണ്ട്. മറ്റന്നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ചോദ്യം ഉണ്ട് എന്ന കാര്യം എൻ്റെ മനസ്സ് പറയുന്നു. സോ എൻ്റെ മനസ്സ് പൊതുവേ അങ്ങനെ കള്ളം പറയാറില്ല. സോ ഹോപ്പ്ഫുള്ളി വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും കാപ്പിലാരിറ്റി പഠിച്ചിട്ട് പോവുക. 4 മാർക്കാണ് മക്കളെ, വിടരുതടാ, പഠിക്കണടാ. നിങ്ങൾ എന്തായാലും ടെർമിനൽ വെലോസിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ കാര്യം കൂടി നന്നായി തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. അടുത്ത, അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ഇവിടെ ഞാൻ സോളിഡ്സ് ആക്ച്വലി ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ചെറിയ മാർക്കിന് ചോദ്യമല്ലേ വരുന്നത്. അടുത്ത, തെർമൽ പ്രോപ്പർട്ടീസ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അതിൻ്റെ ഗ്രാഫ് ചോദിക്കാറുണ്ട്. ഗ്രാഫ് അറ്റ് 4 degrees Celsius വാട്ടർ ഹാസ് മിനിമം വോളിയം ആൻഡ് മാക്സിമം ഡെൻസിറ്റി. പഠിക്കണമെടാ, എന്തായാലും ചോദിക്കും, റൈറ്റ്? ആ ഗ്രാഫിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളം മുകൾ ഭാഗത്ത് നിന്ന് ഫ്രീസ് ചെയ്ത് താഴോട്ട് വരുന്നത് എന്ന കാര്യം പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. നെക്സ്റ്റ് വൺ, മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇവ 3ൻ്റെയും കൃത്യമായ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന കാര്യമൊക്കെ പഠിച്ച് കൃത്യമായിട്ട് വയ്ക്കുക. ഈ ഓരോ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടല്ലോ, ഇപ്പോൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അതിനകത്ത് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ലൈക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ കൺവെക്ഷൻ ആണെങ്കിൽ സീ ബ്രീസ് എന്താണ്, ലാൻഡ് ബ്രീസ് എന്താണ്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. റേഡിയേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ബ്ലാക്ക് ഡ്രസ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതാണെന്ന് ചോദിക്കാം, അത് റേഡിയേഷൻ ആണ്. മീഡിയം ആവശ്യമില്ലാത്ത ഹീറ്റ് ട്രാൻസ്ഫർ ഏതാണെന്ന് ചോദിക്കാം, റേഡിയേഷൻ ആണ്. ലൈക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണടാ. അടുത്ത്, തെർമോഡൈനാമിക്സ്. ഐസോതെർമൽ ആൻഡ് അഡിയാബാറ്റിക്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ തന്നെയാണ് കേട്ടോ. ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ചോദ്യമാണ്. അഡിയാബാറ്റിക് അധികം ചോദിച്ച് കാണാറില്ല, പക്ഷെ നിങ്ങൾ അതും പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ളത് ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ ആണ്. 3 മാർക്കിൻ്റെ ഡെറിവേഷൻ ആണ്, പഠിച്ചിരിക്കേണ്ടതാണ്. സിമിലർ നെക്സ്റ്റ് വൺ, കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് PV ഡയഗ്രാമും എഫിഷ്യൻസി ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽസുമാണ്. അതായത് 1 - T2/T1.
എഫിഷ്യൻസി ഈക്വൽ ടു ഇത് ഓറിയന്റഡ് ആയി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ എഫിഷ്യൻസിയും PV ഡയഗ്രാമും പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ പഠിച്ചിട്ട് പോവുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരും പഠിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഗൈസ്, കോൺഫിഡൻ്റ് ആയിരിക്കുക. വെട്രി നിശ്ചയം. നമ്മൾ എന്തായാലും തൂക്കും. ഫിസിക്സ് പരീക്ഷ തൂക്കും എന്ന് പറയുന്നവർ ചാറ്റ് ബോക്സിനകത്ത് ഫിസിക്സ് എക്സാം തൂക്കും എന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആ പവർ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഫിസിക്സിനകത്ത് ഞാൻ കാണാൻ പോകുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ഞാൻ റെഡിയാണ് എന്ന കാര്യം നിങ്ങൾ ഈ മൊമെന്റിൽ പറയണം. അല്ലാതെ ഞാൻ സ്വന്തമായൊരു കോൺഫിഡൻസ് ഇല്ലാതെ പരീക്ഷ എഴുതുമെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത്. അതിന് മുകളിലാണ് പഠിത്തം വരാൻ പോകുന്നത്. സോ കോൺഫിഡൻ്റ് ആയിരിക്കുക. വെട്രി നിശ്ചയം. ഇത്തവണത്തെ ഫിസിക്സ് പരീക്ഷ നമ്മൾ തൂക്കിയിരിക്കും. ഒരു ടെൻഷനും വേണ്ട. കോൺഫിഡൻ്റ് ആയിരിക്കുക. മക്കളെ, തൂക്കുമെന്നുള്ളവർ കമന്റ് ചെയ്യുക. കാണാമെടാ, കുറെ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. ലൈവുകളും മിസ്സാക്കരുത്. 100% ഷുവർ ക്വസ്റ്റ്യൻസും സൂപ്പർ 60യും ഇവ രണ്ടിലും ഒതുങ്ങുന്ന ചോദ്യ പേപ്പറാണ് നിങ്ങൾ 22-ാം തീയതി കാണാൻ പോകുന്നത്. വാക്കാണ്. ട്രസ്റ്റ് മീ ഗൈസ്.